An interpretation of Mathew 27:52 and 53. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. The tombs also were opened, and many bodies of the saints who had fallen asleep were raised, and coming out of the tombs after his resurrection, they went into the holy city and appeared to many. Earthquakes often accompanied divine judgment and the manifestation of God's divine glory in the Old Testament. പഴയ നിയമത്തിൽ ദൈവിക മഹത്വത്തിന്റെ പ്രദർശനവും ദൈവിക ന്യായവിധിയെയും earthquakes പിന്തുടർന്നു. എന്ന് പറഞ്ഞാൽ ദൈവിക ന്യായവിധി അതുപോലെ ദൈവമഹത്വത്തിന്റെ പ്രദർശനം, ഈ രണ്ട് കാര്യങ്ങളുടെ ഭാഗമായി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അതിന് ഒത്തിരി റെഫറൻസുകൾ ഉണ്ട്. ഒന്ന് ഫസ്റ്റ് കിങ്സ് 19:11, ഐഷായ 29:6, ജെറമായ 10:10, എസെക്കിയേൽ 26:18. ഫസ്റ്റ് കിങ്സ് 19:11. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് യഹോവ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിനു ശേഷം ഒരു ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. And he said, Go out and stand on the mount before the Lord. And behold, the Lord passed by, and a great and strong wind tore the mountains and broke in pieces the rocks before the Lord. But the Lord was not in the wind, and after the wind an earthquake, but the Lord was not in the earthquake. ഐശായ 29:6, യെശയ്യാവ് 29:6. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടി ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. You will be visited by the Lord of hosts with the thunder and with earthquake and great noise, with whirlwind and tempest and the flame of a devouring fire. ജെറമായ 10:10, ഇരമ്യാവ് 10:10. യഹോവയോ സത്യദൈവം, അവിടുന്ന് ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവിടുത്തെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജനതകൾക്ക് അവിടുത്തെ ഉഗ്രകോപം സഹിക്കുവാൻ കഴിയുകയുമില്ല. But the Lord is the true God. He is the living God and the everlasting King. And his wrath the earthquakes, and the nations cannot endure his indignation. എസെക്കിയേൽ 26:18. ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിറയ്ക്കും, അതെ, സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ തകർച്ചയിൽ ഭ്രമിച്ചു പോകും. Now the coastlands tremble on the day of your fall, and the coastlands that are on the sea are dismayed at your passing. This one may have been responsible for the rending of the temple veil, the splitting of the rocks, and the opening of the tombs. കല്ലറകൾ തുറന്നതും പാറകൾ പിളർന്നതും തിരശീല, ദേവാലയത്തിന്റെ തിരശീല കീറിയതും ഈ ഒരു ദൈവീക പ്രദർശനത്തിന്റെ, ദൈവമഹത്വത്തിന്റെ പ്രദർശനം അല്ലെങ്കിൽ ദൈവീക ന്യായവിധിയുടെ ഭാഗമായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു ദൈവിക പ്രതിഭാസമുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങളും നടന്നിരിക്കുന്നത്. One writer suggested that the sentence begun in verse 51 should really end with were opened or broke open in verse 52. 52-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന തുറന്നു എന്ന് പറയുന്ന വാക്ക് 51-ാമത്തെ വാക്യത്തിൽ തന്നെ അവസാനിക്കേണ്ടിയിരുന്നു എന്നാണ് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. There were no punctuation marks in the original Greek text. ഒറിജിനൽ ഗ്രീക്ക് ടെക്സ്റ്റില് ഫുൾ സ്റ്റോപ്പോ കോമയോ തുടങ്ങി യാതൊരു പങ്ക്ച്വേഷൻ മാർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ thus the two events that accompanied the earthquake were rending of the temple veil and the splitting of the rocks.
ഭൂകമ്പത്തെ തുടർന്നുണ്ടായ 2 സംഭവങ്ങൾ, ഒന്ന് ദേവാലയത്തിന്റെ തിരശ്ശീല കീറുന്നതും പാറകൾ പിളർന്നതുമാണ്. These first 2 things happened when Jesus died. യേശുക്രിസ്തു മരിച്ചപ്പോൾ ആണ് ഈ 2 സംഭവങ്ങളും നടന്നത്. The resurrection of the saints. Saints എന്നിവിടെ ഉദ്ദേശിക്കുന്നത് holy people ആണ്. Literally holy people. The resurrection of the saints that Matthew described happened later when Jesus arose from the dead. മാത്യു ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത്. This explanation obviates the problem of people coming out of their graves when Jesus died but not showing themselves until he arose. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ കല്ലറയിൽ നിന്ന് പുറത്തു വന്നവർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ആർക്കും തങ്ങളെ തന്നെ പ്രദർശിപ്പിച്ചില്ല എന്നുള്ളതാണ്. Matthew did not answer many questions that we would like answers to, such as what type of bodies they had, whether they died again or went directly to heaven. നാം ഉത്തരം കിട്ടണമെന്നാഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മാത്യു ഉത്തരം നമുക്ക് നൽകുന്നില്ല. അവരേത് ശരീരത്തിലാണ് ഉയർത്തത്, അവർക്ക് എങ്ങനെയുള്ള ശരീരമായിരുന്നു ലഭിച്ചത്, അവർ പിന്നെയും മരിച്ചുവോ അതോ സ്വർഗത്തിലേക്ക് നേരിട്ട് കയറിപ്പോയോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് മത്തായി യാതൊരു വിവരണങ്ങളും വിശദീകരണങ്ങളും നൽകുന്നില്ല. They were Old Testament saints. ഈ എഴുത്തുകാരൻ്റെ അനുമാനം ഇതാണ്: ലാസറിന് ലഭിച്ച ശരീരം, ഉയർത്തെഴുന്നേറ്റപ്പോൾ ലാസറിന് ലഭിച്ച ശരീരമായിരിക്കണം ഇവർക്ക് ലഭിച്ചതെന്നാണ്. Perhaps Matthew mentioned their resurrections here to help us appreciate the fact that Jesus' death provided the basis for the resurrection of believers who died before the cross as well as after it. അപ്പോൾ മത്തായി ഇവിടെ ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന ഉദ്ദേശം, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം വിശ്വാസികൾ മരണത്തിന് ശേഷവും വിശ്വാസികൾക്കും അതുപോലെ ഒരു റിസറക്ഷൻ, ഉയർപ്പുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ മാത്യു ഇവിടെ ശ്രമിക്കുകയാണ്. Maybe he placed this verse here also to avoid breaking the narrative flow of chapter 28 and to connect Jesus' death immediately with the resurrection. 28-ാമത്തെ അധ്യായത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ മരണവും അതിനോടനുബന്ധിച്ചുള്ള പുനരുത്ഥാനത്തിൻ്റെയും പ്രതിപാദനം. ആ പ്രതിപാദനം വളരെ ഫ്ലോയിലാണ് പറഞ്ഞു വരുന്നത്. ആ ഫ്ലോയെ ഇല്ലാതാക്കേണ്ട, ആ ഫ്ലോ അങ്ങനെ തന്നെ തുടരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശ്വാസികളുടെയും കൂടെ പുനരുത്ഥാനം അവിടെ പറയാതെ, അതായത് 28-ാമത്തെ അധ്യായത്തിൽ വിശ്വാസികളുടെ പുനരുത്ഥാനം പറയാതെ 27-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസികൾക്കും പുനരുത്ഥാനമുണ്ട് എന്ന് ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയാൻ മത്തായി ആഗ്രഹിക്കുന്നു. The king had authority over life and death. This event is nowhere explained in the scriptures. കർത്താവിൻ്റെ മരണത്തോടും അതിനോടനുബന്ധിച്ചുള്ള ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായതും കല്ലറകൾ തുറന്നതും വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റതും ചിലർക്ക് പ്രത്യക്ഷമായ കാര്യങ്ങളും വാസ്തവമാണ്, അത് സത്യമാണ്, അത് ആർക്കും നിഷേധിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം വേദപുസ്തകം നമ്മെ അതാണ് പറയുന്നത്. 52-53 വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അത് കാണാതിരിക്കുകയും ഇതിനൊരു വിശദീകരണം നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമല്ല എന്ന് വരികയില്ല. അപ്പോൾ ചില കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് എല്ലാത്തിനും നാം അറിയാൻ ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ നാം അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ മർമ്മമായി
മർമ്മമായിരിക്കുന്നു. പക്ഷേ ചില അങ്ങനെയുള്ള മർമ്മങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളുടെ വെളിച്ചത്തിൽ അത് വെളിപ്പെട്ടു വരുന്നുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം പഴയ നിയമ പശ്ചാത്തലം നന്നായിട്ട് പഠിക്കുകയും അതോടൊപ്പം ആനുകാലിക സംഭവങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ വെളിപ്പാട് പുസ്തകം നമുക്ക് വളരെ വ്യക്തമായി ക്ലിയറായി നമുക്ക് വെളിപ്പെട്ടു വരുന്നു. അതുപോലെ ചില കാര്യങ്ങൾ ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ സ്ക്രിപ്റ്റേഴ്സിൽ ഇല്ല എങ്കിലും മറ്റ് ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ഒരു കൺക്ലൂഷനിലെത്താം. പക്ഷേ അത് 100% ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ആർക്കും പറ്റുകയില്ല. അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 10-14 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. പക്ഷേ ആ വാക്യമാണ് ഇതിൻ്റെ ബേസ് എന്ന് നമുക്ക് സമർത്ഥിക്കാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേ ദിവസം പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആൺകുട്ടിയെ അർപ്പിക്കണം. അതിൻ്റെ ഭോജനയാഗം എണ്ണ ചേർത്ത 2 ഇടങ്ങഴി നേരിയ മാവായിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം. അതിൻ്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞായിരിക്കണം. നിങ്ങളുടെ ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്ന ദിവസം വരെ നിങ്ങൾ അപ്പമാകട്ടെ മലരാകട്ടെ കതിരാകട്ടെ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലും സകല വാസസ്ഥലങ്ങളിലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. This event is nowhere explained in the scripture. എന്ന് പറഞ്ഞാൽ കല്ലറകൾ തുറന്നതും വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റതും മറ്റ് പലർക്കും പ്രത്യക്ഷമായി എന്നുള്ള ആ ഇൻസിഡൻറ്റ് അതൊരു റിയാലിറ്റിയാണ്. എന്നാൽ അതിൻ്റെ വിശദീകരണം വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തും ഇല്ല. എന്നാൽ ലേവ്യ പുസ്തകം 23-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളുടെ ഒരു ഫുൾഫിൽമെൻ്റാണ് ഈ മത്തായി 27-ന്റെ 52-53 വാക്യങ്ങളിൽ കാണുന്നത് എന്ന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ഇൻ്റർപ്രിട്ടേഷൻസ് നകത്ത് ഓരോരുത്തരുടെയും ഇൻ്റർപ്രിട്ടേഷനിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു പോസിബിളായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ് ലേവ്യ പുസ്തകം 23-ന്റെ 10 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ കൊയ്ത്തിൻ്റെ ആദ്യഫല പെരുന്നാൾ, ആ കൊയ്ത്തിൻ്റെ ആദ്യഫല പെരുന്നാളിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ സംഭവം. ആ കൊയ്ത്തിൻ്റെ ആദ്യഫല പെരുന്നാളിൽ വരാൻ പോകുന്ന കൊയ്ത്തിൻ്റെ ഒരു പ്രദർശനമായി ജനങ്ങൾ കയ്യിൽ നിറച്ച് ധാന്യങ്ങളെടുത്ത് ഹാൻഡ്ഫുൾ ഓഫ് ഗ്രെയിൻ എടുത്തിട്ട് അവർ പുരോഹിതന് സമർപ്പിക്കുമായിരുന്നു. The resurrection of these saints occurring after Jesus himself was raised is a token of the coming harvest when all the saints will be raised. അന്ത്യകാലത്ത് സകല വിശുദ്ധന്മാരും ഉയർക്കുമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ സത്യമാണ്, ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ്. അപ്പോൾ അത് സത്യമായിരിക്കുമ്പോൾ ആ സത്യം അതിന് യാതൊരുവിധ അത് നടക്കാതിരിക്കാൻ ഒരു സാധ്യത അത് നടക്കാതെ പോകാൻ അല്ലെങ്കിൽ അതില്ല, അങ്ങനെ ഒരു സംഭവമേ നടക്കത്തില്ല എന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ അത് വിശുദ്ധന്മാരുടെ ഉയർപ്പ് വളരെ കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൻ്റെ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രദർശനമായി എല്ലാവരും ഉയർക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു പ്രദർശനമായി യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ കുറച്ച് വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടന്നു. അതുകൊണ്ട് തന്നെ മത്തായി ഈ ഒരു സംഭവത്തിലൂടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: വിശ്വാസികളുടെ റിസറക്ഷൻ നടക്കും.
യേശുക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതനാണ് എന്ന് നാം വായിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതനാണ്. അപ്പോൾ റിസറക്ഷന് ഒരു ശ്രേണിയുണ്ട്. അതിൻ്റെ റിസറക്ഷനിൽ ആദ്യ ഫലക്കറ്റ അല്ലെങ്കിൽ ആദ്യ ഫലം ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിലും ക്രിസ്തുവിൻ്റെ ഉയർപ്പിലും ആ സമയത്ത് കുറച്ച് സെയിൻസിൻ്റെ ഉയർപ്പ് നടന്നു എന്ന് മത്തായി 27, 52, 53 വാക്യം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു. അവർ ഒരു പക്ഷേ എന്നല്ല, അവർ പലർക്കും പ്രത്യക്ഷമായി എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലൂടെ മത്തായി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മാത്രമല്ല റിസറക്ഷൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ അല്ലെങ്കിൽ സകലർക്കും, കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്ന സകലർക്കും, സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അതിനെ ഉറപ്പിച്ചു പറയാനാണ് ഈ ഒരു സംഭവത്തെ മത്തായി ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ ക്രിസ്തുവിൽ മരിച്ചവർ ആണ് കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. പഴയ നിയമ വിശുദ്ധന്മാര് യേശുക്രിസ്തുവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയില്ല. കാരണം അവര് ക്രിസ്തുവിലല്ല മരിച്ചിരിക്കുന്നത്, അവർ ക്രിസ്തുവിന് മുമ്പുള്ളവരാണ്. അപ്പോൾ അവരുടെ ഉയർപ്പ് 7 വർഷത്തെ ട്രിബുലേഷൻ പീരീഡിൻ്റെ അവസാന സമയത്താണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടക്കുന്നതെന്ന് ദാനിയേൽ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. കാര്യം ദാനിയേൽ പുസ്തകം 12-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്തിക്രിസ്തുവിൻ്റെ ഭരണം പറഞ്ഞു കഴിഞ്ഞതിനന്തരം, അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ഭരണം 7 വർഷമാണ്. അപ്പോൾ ആ മഹോദ്രവകാലത്താണ് അന്തിക്രിസ്തുവിൻ്റെ ഭരണം. ആ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന സമയം അതിങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് ദാനിയേലിനോട് പറയുന്നത്, ദാനിയേലേ, നിന്റെ ഓഹരി പ്രാപിക്കാനായിട്ട് നീ എണീറ്റ് വരണം. അപ്പോൾ ആ മഹോദ്രവ കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടക്കുന്നത്. അപ്പോൾ ക്രിസ്തു ആദ്യഫല, മരിച്ചവരിൽ ആദ്യജാതൻ. ക്രിസ്തു മരിച്ചിട്ട് പാതാളത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ അന്ന് വരെ, ക്രിസ്തുവിൻ്റെ മരണം വരെ സകലരും പാതാളത്തിലായിരുന്നു. അപ്പോൾ പാതാളത്തിന് തന്നെ പല തട്ടുകളുണ്ട്. ഗ്രീക്കിൽ ഷിയോൾ, ഹെയ്ഡിസ്, അബിസ്, അങ്ങനെ പല വാക്കുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. അഗാധകൂപം, നരകം, പാതാളം, ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു മരിച്ച് പാതാളത്തിലേക്ക് കടന്നുപോയിട്ട് അന്നുവരെ മരിച്ച വിശുദ്ധന്മാരെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പർദീസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റുകയാണ്. കർത്താവ് അവിടേക്ക് ഇറങ്ങി അവിടെ സുസമാചാർ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നും വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അന്ന് വരെ മരിച്ച വിശുദ്ധന്മാരെ വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പർദീസയിലേക്ക് മാറ്റുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ക്രിസ്തുവിൽ മരിക്കുന്ന സകലരും കടന്നു പോകുന്ന സ്ഥലം പർദീസയാണ്. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവർ ഇന്നും ആ യാതനാ സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ യാതനാ സ്ഥലത്തുള്ളവർക്ക് പർദീസയിലുള്ളവരെ കാണാൻ കഴിയുമെന്ന് ധനവാനും ലാസറും തമ്മിലുള്ള ആ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ സംഭവത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ലാസറിന് അല്ലെങ്കിൽ ധനവാന് അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന, അല്ലെങ്കിൽ പർദീസയിലിരിക്കുന്ന അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ധനവാന് കാണാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ, യാതനാ സ്ഥലത്ത് കിടക്കുന്നവർക്ക് പർദീസയിലിരിക്കുന്നവരെ കാണുവാനായിട്ട് കഴിയും. പക്ഷേ അവരുടെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മരണത്തിന് ശേഷം സകലരും, ക്രിസ്തുവിൽ മരിക്കുന്നവരെല്ലാം പർദീസയിലാണ് കടന്നു പോകുന്നത്. അല്ലാത്ത ക്രിസ്തുവിൽ മരിക്കാത്തവർ എല്ലാവരും യാതനാ സ്ഥലത്താണ് ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ഈ റിസറക്ഷന് തന്നെ ഒരു ശ്രേണിയുണ്ട്. അതിൽ ക്രിസ്തു ആദ്യ ഫലമാണ്. ക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതനാണ്. ക്രിസ്തുവിൻ്റെ മരണസമയത്ത് കുറച്ച് പേര് ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ വാക്യം നമ്മോട് പറയുന്നു.
എന്നാൽ അതുപോലെ തന്നെ അവരെ ആ സമയത്ത് ക്രിസ്തു മരിച്ചു പാതാളത്തിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് അതുവരെ മരിച്ച വിശുദ്ധന്മാരെ വേറൊരു സെല്ലിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലം പറുദീസയിലേക്ക് മാറ്റുകയും ചെയ്തു. ക്രിസ്തു രണ്ടാമത് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ, അന്ന് ജീവനോടെ ശേഷിക്കുന്ന ഭക്തന്മാരൊക്കെ രൂപാന്തരം പ്രാപിക്കും. അവരുടെ പുനരുത്ഥാനം അപ്പോൾ സംഭവിക്കും. 7 വർഷം കഴിഞ്ഞ അനന്തരം പഴയ നിയമ വിശുദ്ധന്മാർ, അന്ന് ഉയർത്തെഴുന്നേൽക്കാത്ത വിശുദ്ധന്മാർ, അബ്രഹാം തുടങ്ങി ഉള്ള വിശുദ്ധന്മാർ, ദാനിയേല്, ഇങ്ങനെയുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും ഉയർപ്പ് 7 വർഷത്തിൻ്റെ അവസാന ഘട്ടത്ത് നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം 1000 വർഷത്തെ ഭരണം കഴിഞ്ഞതിനന്തരമാണ് അന്ത്യന്യായവിധി. അപ്പോൾ സമുദ്രം അതിനുള്ള ഏൽപ്പിച്ചു കൊടുക്കുന്നു. അന്ന് സകലരും ഉയർത്തെഴുന്നേൽക്കാം. അപ്പോൾ ഈ റിസറക്ഷന് തന്നെ ഒരു ശ്രേണിയുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 52-53 വാക്യങ്ങൾ സത്യമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നു. എന്നാൽ അതിൻ്റെ വിശദീകരണം വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തും കാണുന്നില്ല. എന്നാൽ ആ ഒരു സംഭവത്തിലൂടെ മത്തായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം അന്ന് നടന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ റിസറക്ഷന് യാതൊരു സംശയമില്ല. വിശ്വാസികളും ക്രിസ്തുവിനെ പോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്ന് മത്തായി യഹൂദന്മാരോട് അല്ലെങ്കിൽ സകലരോടും പറയുന്നു. അതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തം. ഓക്കെ, താങ്ക് യു.